ഹായ്, നെപ്റ്റോൺ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ്റെ അക്രോബിസ്, അക്രോടെക്സ് എന്നീ രണ്ട് പാക്കേജസ് എങ്ങനെ GSTയിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ് സെക്ഷനിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ഡെസ്ക്ടോപ്പിൽ നമുക്കൊരു പുതിയ നോട്ട് പാഡ് ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോട്ട് പാഡ് ഫയൽ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തു. നോട്ട് പാഡ് ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന അക്രോബിസ് ആണെങ്കിൽ അക്രോബിസ്, അക്രോടെക്സ് ആണെങ്കിൽ അക്രോടെക്സ്, ഏത് പാക്കേജാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഹെൽപ്പിൽ സിസ്റ്റം മെയിൻ്റനൻസിൽ ഓപ്പൺ വർക്കിംഗ് ഫോൾഡർ എന്നുള്ള ലൊക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ ആവും. ഇതിൽ അഡ്രസ് ബാറിൽ നിന്ന് നമുക്ക് എക്സിസ്റ്റിംഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാത്ത് നമുക്ക് കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാത്ത് കോപ്പി ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ട് പാഡ് ഫയലിൽ നമ്മൾ ഈ പാത്ത് പേസ്റ്റ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് അക്രോടെക്സ് ഉള്ള പാക്കേജ് ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്. ഹെൽപ്പിൽ സിസ്റ്റം മെയിൻ്റനൻസിൽ ഓപ്പൺ വർക്കിംഗ് ഫോൾഡർ. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പുതിയ GST അപ്ഡേഷൻ ചെയ്ത സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷൻ നമുക്ക് മാറിപ്പോകാൻ പാടില്ല. എന്തെങ്കിലും കാരണത്താൽ മാറിപ്പോയി കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇതുവരെയുള്ള ഡാറ്റാസൊക്കെ നമുക്ക് മിസ്സാവും. അപ്പോൾ ഈ ലൊക്കേഷൻ നമ്മൾ ഒരു പുതിയ നോട്ട് പാഡിലോട്ട് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പോൾ വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ നോട്ടിംഗ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നമുക്ക് അക്രോബിസിൻ്റെയും അക്രോടെക്സിൻ്റെയും ഇൻസ്റ്റലേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ അക്രോബിസിൻ്റെ ഇൻസ്റ്റലേഷൻ ലൊക്കേഷനാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് അക്രോബിസ് ആണെങ്കിലും അക്രോടെക്സ് ആണെങ്കിലും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഈ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അക്രോബിസിൻ്റെ GST അപ്ഡേഷൻ നമുക്ക് ഡൗൺലോഡിന് വേണ്ടി അവൈലബിൾ ആണ്. ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡൗൺലോഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുള്ള ഫയൽ. ഇനി അക്രോടെക്സ് ആണെങ്കിൽ ഇതുപോലെ അക്രോടെക്സ് എന്നുള്ള ഫയലാവും ഇവിടെ വരിക. ഓക്കെ, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ എക്സിസ്റ്റിംഗ് ഉപയോഗിക്കുന്ന വാറ്റിലെ സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്യാണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഫയൽ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി പുതിയ GSTയിലോട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പാത്ത് നമ്മൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു, ആ നോട്ട് പാഡ് ഫയലിൻ്റെ ഉപയോഗം വരുന്നത്. ഇവിടുന്ന് നമ്മൾ അക്രോബിസ് ആണെങ്കിൽ ഈ അക്രോബിസ് എന്നുള്ള പാക്കേജ് ഈ പാത്ത് നമ്മൾ കോപ്പി ചെയ്യുക. ഈ ഫോൾഡർ എന്നുള്ള ലൊക്കേഷനിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ലൊക്കേഷൻ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡി ലൊക്കേഷൻ തന്നെ വന്നു. നെക്സ്റ്റ് നെക്സ്റ്റ് പുതിയ സോഫ്റ്റ്വെയർ GSTയുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇതിൽ യൂസർ ലെവൽ പെർമിഷൻസ് എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള യൂസറിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പുതിയ അക്രോബിസിൻ്റെ പാക്കേജ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അക്രോടെക്സും, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പുതിയ GSTയുടെ പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. എന്താണോ നിങ്ങളെ യൂസർ നെയിം പാസ്വേഡ്, ആ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തു. ഇനി നമുക്ക് നമ്മളെ ഫസ്റ്റ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് അക്കൗണ്ടും ക്ലോസ് ചെയ്യാം.
അതല്ല നമ്മളെ ബില്ലിംഗ് സെക്ഷൻ മാത്രമേ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ 30/6/2017 സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ 30/6/2017 നമ്മൾ സെറ്റ് ചെയ്തു, സേവ് ചെയ്തു. ഇനി എക്സിസ്റ്റിംഗ് നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുക. ഇനി പുതിയ വെർഷൻ നമ്മൾ സെറ്റ് ചെയ്യാണ്. 1/7/31/3/18 ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോറി, ഇതിൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ എക്സിസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വെരിഫൈ എക്സിസ്റ്റ് എന്നുള്ള ബട്ടൺ ടിക്ക് ഓഫ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഒരു ഫിനാൻഷ്യലിയുടെ ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെക്കിങ് ഉണ്ടെങ്കിലും ഡാറ്റ പ്രൊസീഡ് ആവും. ഡാറ്റ നമുക്ക് ഇല്ലാത്തൊരു ഫയലാണ് ഞാൻ ഈ കാണിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ മെസ്സേജ് വരുന്നത്. വെരിഫൈ എക്സിസ്റ്റ് എന്നുള്ള ടിക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ വർഷത്തിലോട്ട് സെറ്റായി. ഇനി ഫയലിൽ ഗ്ലോബൽ സെറ്റിങ്സിൽ എനേബിൾ GST എന്നുള്ള ടിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ ആക്ടിവേഷൻ കീ ചോദിക്കും. ഇത് നമുക്ക് ഓഫീസിലോട്ട് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഓഫീസ് ഫോണിൽ കോൺടാക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓഫീസ് ഫോണിലോട്ട് നമുക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആക്ടിവേഷൻ കീ കിട്ടും. മെസ്സേജ് ചെയ്യേണ്ട ഫോർമാറ്റ് ഫസ്റ്റ് പേഴ്സണൽ ID നമ്പർ 0102 സ്പേസ് 10B1 2050V. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പേഴ്സണൽ ID നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി ഷോപ്പിൻ്റെ പേര് നെപ്റ്റോൺ സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങളെ ഷോപ്പിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ സെക്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീച്ചേഴ്സ് ID, ഇത് നമ്മൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ, ഇത്രേ കാര്യങ്ങളാണ് നമ്മൾ മെസ്സേജ് ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ട നമ്പറാണ് താഴെ പറയുന്നത്. സെവൻ 559931 എന്നുള്ള നമ്പറിലോട്ട് നമ്മൾ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലൈ ആയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കീ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് റീപ്ലൈ വന്നിട്ടുള്ള മെസ്സേജ് ഇവിടെ എൻട്രി ചെയ്തു. ഓക്കെ, താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ വന്നു. ഇനി ഈ വിൻഡോക്ക് നമ്മൾ ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയർ പുതിയ GSTയിലോട്ട് അപ്ഡേറ്റ് ആയി. ഇനി ടാക്സ് റേറ്റ്, ഓരോ ഐറ്റത്തിൻ്റെയും ടാക്സ് റേറ്റ് നമുക്ക് പുതിയ ടാക്സ് റേറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഈ ടാക്സ് ഷെഡ്യൂളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടാക്സ് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്കതിൻ്റെ ടാക്സിൻ്റെ മാറ്റങ്ങൾ വരുത്താം. ഉദാഹരണത്തിന് ജ്വല്ലറി ആണെങ്കിൽ സെക്കൻഡ് ഷെഡ്യൂളിൽ തന്നെ 1.5% ടാക്സ് വരുന്നുണ്ട്. അതുപോലെ ജ്വല്ലറി അല്ലാത്ത സെക്ഷനിൽ നമുക്ക് 2.5 ആണ് ഷെഡ്യൂൾ 2 തന്നെ ടാക്സ് വരുന്നത്. അത് നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടെക്സ്റ്റൈൽസ് മേഖലയിൽ അക്രോടെക്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ്
5% ടാക്സ് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഷെഡ്യൂൾ 2 റെഡിമെയ്ഡ്സ് ആണ്. അത് അപ് ടു 1000 റുപ്പീസിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് റേറ്റ് നമുക്ക് 6 ആണ്. അത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ സോഫ്റ്റ്വെയറിലോട്ട് നമുക്ക് അപ്ഡേറ്റ് ആയി. ഇനി ഐറ്റത്തിന് നമുക്ക് ടാക്സ് റേറ്റ് ഇവിടെ സെറ്റ് ചെയ്തു. അതുപോലെ ഐറ്റത്തിൻ്റെ ഷെഡ്യൂൾ നമ്പർ അഥവാ HSN കോഡ് നമുക്കിവിടെ എൻട്രി ചെയ്യാം. ഓരോ ഐറ്റത്തിൻ്റെയും നമ്മളെ ടാക്സ് കൺസൾട്ടന്റിനോട് ചോദിച്ചിട്ട് അതിൻ്റെ HSN കോഡ് അതല്ലെങ്കിൽ GST പബ്ലിഷ് ചെയ്തിട്ടുള്ള HSN കോഡ് ലിസ്റ്റ് നോക്കിയിട്ട് നമുക്കിവിടെ എൻട്രി ചെയ്യാം. ഓക്കെ, ഇനി പർച്ചേസിൻ്റെ സെക്ഷനും സെയിൽസിൻ്റെ സെക്ഷനും ഒന്ന് കാണിക്കാം. പർച്ചേസ് സെക്ഷനിൽ നമുക്ക് GST സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. GST പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാൻ. പഴയ വാറ്റ് ബില്ലിന് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറ്റ് ഡീലറിൽ എൻട്രി ചെയ്യാം. പക്ഷേ അതിന് ഇൻപുട്ട് ടാക്സ് ക്ലെയിമിനെ കുറിച്ചൊക്കെ നമ്മൾ ടാക്സ് കൺസൾട്ടന്റിനോട് സംസാരിക്കേണ്ടതാണ്. GST പർച്ചേസ്. ഓക്കെ, ഈ ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ GST റേറ്റ് നമുക്കിവിടെ വന്നു. ഓക്കെ, ബില്ല് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ സെയിൽസ് ബില്ലും നമുക്ക് നോക്കാം. പാർട്ടി ക്യാഷ് ഐറ്റം. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള GSTയും SGSTയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. അതുപോലെ പർച്ചേസിൽ നമുക്ക് ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇൻട്രസ്റ്റേറ്റ് എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് എൻറ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റേറ്റ് IGST മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്ത് വരിക. SGSTയും CGSTയും കാൽക്കുലേറ്റ് ചെയ്ത് വരില്ല. ഇനി ഒന്നിച്ച് ഐറ്റംസിന് എങ്ങനെ ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യാം എന്നുള്ളത് കാണിക്കാം. മുമ്പ് നമ്മൾ വാറ്റിൽ ഉപയോഗിച്ചിരുന്ന ഐറ്റംസിന് ഉദാഹരണത്തിന് മുമ്പ് നമ്മൾ വാറ്റിലായിരുന്ന സമയത്ത് 14% സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്ക് 28% ടാക്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റോക്ക് റിപ്പോർട്ട് എടുത്തിട്ട് ടാക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വാല്യൂ എന്നുള്ളിടത്ത് നമുക്ക് വരുന്ന ടാക്സ് പേഴ്സിൻ്റെ എൻട്രി ചെയ്യാം. അപ്പോൾ ഇവിടെ 5 ആണ് വരുന്നത് വെച്ചാൽ നമുക്ക് 5 എൻട്രി ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് ഉള്ളത് 14.5% ആണ്. അത് എൻട്രി ചെയ്തു. ഇനി ഇതുപോലെ എത്ര ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ടോ അത് മൊത്തം നമുക്ക് Ctrl A എന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് സെറ്റ് ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റ് ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിവിടെ അതിൻ്റെ HSN കോഡും അതുപോലെ തന്നെ അതിൻ്റെ ഷെഡ്യൂൾ നമ്പറും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. HSN കോഡ് കോമൺ എല്ലാത്തിനും ഒരേ പെർസെൻറ്റേജ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കോമൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഷെഡ്യൂൾ നമ്പർ എന്തായാലും നമുക്ക് 14.5 ഉള്ളത് ഇപ്പോൾ 25% ആണ്. 5th ഷെഡ്യൂളിലോട്ടാണ് മാറുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൻട്രി ചെയ്യാവുന്നതാണ്. ഇനി ബിൽ സ്റ്റൈൽ പുതിയ സെറ്റിങ്സിലോട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതും കൂടി കാണിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഡോട്ട്മാറ്റിക് സ്പെൻഡർ ആണെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ബില്ലിന് വേണ്ടിയിട്ട് നമ്മൾ GSTയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബിൽ സ്റ്റൈൽസ് GST റീറ്റെയിൽ ഡോസ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റൈൽ എന്നുള്ളടത്ത് GST റീറ്റെയിൽ ഡോസ് സെലക്ട് ചെയ്യുക. സെക്ഷനിൽ ഹെഡർ എന്ന് സെലക്ട് ചെയ്യുക. ഡീഫാൾട്ട് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിൻ്റെ ഫോർമാറ്റും നമുക്ക് പുതിയ GSTയുടെ ഫോർമാറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അതേസമയം നമ്മൾ ഡോട്ട്മാറ്റിക് സ്പെൻഡർ അല്ല ലേസർ പ്രിൻ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ GST റീറ്റെയിൽ G എന്ന ക്യാപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ബിൽ സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ബിൽ ഫോർമാറ്റ് ഈ ഫോർമാറ്റിൽ വരുന്നതാണ്.
അതുപോലെ ഹോൾസെയിൽ ബില്ലാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ബില്ലിൽ ഫോം 8 പകരം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റിന് പകരം ഡോട്ട് മാറ്റ് സ്പ്രെഡർ ആണെങ്കിൽ GST ഹോൾസെയിൽ ഡോസ് എന്നുള്ള സെക്ഷൻ നമുക്ക് ഡീഫാൾട്ട് ചെയ്യാം. അതല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ പ്രിൻ്റർ ആണെന്നുണ്ടെങ്കിൽ GST ഹോൾസെയിൽ G എന്നുള്ള സെക്ഷനിലോട്ട് നമുക്ക് ഡീഫാൾട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയറിൻ്റെ GST ഫോർമാറ്റിലോട്ട് നമ്മൾ ബില്ല് സെറ്റ് ചെയ്തു. ഇനി കസ്റ്റമേഴ്സിൻ്റെ നമ്മളെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് പുതിയ GST നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ കസ്റ്റമേഴ്സിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. അവരെ GST നമ്പർ, അവരെ പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, സ്റ്റേറ്റ് കോഡ് ഇതൊക്കെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയായി കഴിഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയർ പുതിയ GSTയിലൂടെ അപ്ഡേറ്റ് ആയി. ബിൽ സ്റ്റൈൽ നമ്മൾ സെറ്റ് ചെയ്തു, ഷെഡ്യൂൾ നമ്പർ കൊടുത്തു, കസ്റ്റമേഴ്സിന് നമ്മൾ GST നമ്പർ കൊടുത്തു, കമ്പനി ഇൻഫർമേഷനിൽ നമ്മൾ GST നമ്പർ കൊടുത്തു. ഓക്കെ, ഇനി പഴയ വർഷത്തു നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ പീരീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പഴയ ഡാറ്റാസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പഴയ സെയിൽസും പർച്ചേസും നമ്മളെ വാറ്റിൽ വരുന്നത് പോലെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിലെ ക്ലോസിംഗ് സ്റ്റോക്കും അതുപോലെ പാർട്ടീസിൻ്റെ ബാലൻസും നമുക്ക് പുതിയ വർഷത്തിലോട്ട് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ടാസ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഉള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ട് അക്കൗണ്ട്സ് പാർട്ടീസിൻ്റെ ബാലൻസ് നമുക്ക് വേണമെങ്കിൽ പാർട്ടീസിൻ്റെ ബാലൻസും ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഇമ്പോർട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വേണമെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മുമ്പത്തെ വർഷത്തെ ഫയൽ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. അതിൻ്റെ പീരീഡ് നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ കൊടുത്താൽ മുമ്പത്തെ തൊട്ട് മുമ്പ് യൂസ് ചെയ്ത വാറ്റിൻ്റെ ഫയലിൽ നിന്നുള്ള ബാലൻസ് നമുക്ക് പുതിയ വർഷത്തിലോട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അക്രോടെക്സിൽ ഷെഡ്യൂൾ നമ്പർ മാറ്റുന്ന കാര്യത്തിൽ ചെറിയ 1-2 കാര്യങ്ങൾ കാണിക്കാണ്ട് അക്രോടെക്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ അക്രോടെക്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം.